ഗുഡ് മോർണിംഗ്, എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കാണ് യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ. വളരെ സിമ്പിളായിട്ടുള്ള വളരെ ചെറിയൊരു ടോപ്പിക്കാണ്. വളരെ കുറഞ്ഞ സമയം കൊണ്ട് നമുക്കത് വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കി കളയാം അല്ലേ. സോ ഗ്രാവിറ്റേഷൻ എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ഗ്രാവിറ്റി എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് ആദ്യം വരുന്നത് എന്താ? ഗ്രാവിറ്റി അല്ലെ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുള്ള കാര്യം തന്നെയാണ് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അല്ലേടാ മക്കളെ. സോ ഈ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്നൊക്കെ പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നൊരു പേരുണ്ട് അല്ലേ. എന്താ പേര്? സർ ഐസക് ന്യൂട്ടൺ അല്ലേ. സർ ഐസക് ന്യൂട്ടൺ ആണ് എന്ത് കണ്ടുപിടിച്ചത്? ഗ്രാവിറ്റി കണ്ടുപിടിച്ചത്. അത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഒരു പഴയ കഥയൊക്കെ നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ നിങ്ങൾക്ക് അധ്യാപകർ പറഞ്ഞു തന്നിട്ടുണ്ടാവും. സോ അതുപോലെ തന്നെ നമ്മൾ ഇന്ന് സർ ഐസക് ന്യൂട്ടൻ്റെ തന്നെ കണ്ടുപിടുത്തമായ ഒരു ലോനെ കുറിച്ചാണ് നമ്മൾ ഇവിടെ പഠിക്കാൻ പോകുന്നത്. എന്താണ്? യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ. യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പേര് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കുക. യൂണിവേഴ്സൽ ലോ ആണ്, യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ ആണ് അല്ലേ. സോ യൂണിവേഴ്സൽ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? യൂണിവേഴ്സ് നമുക്കറിയാം. നമ്മുടെ യൂണിവേഴ്സ് എന്താണ്? യൂണിവേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രപഞ്ചം അല്ലേ. അർത്ഥമാക്കി മലയാളത്തിൽ അർത്ഥം പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മുടെ പ്രപഞ്ചമാണ്. യൂണിവേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രപഞ്ചം. അപ്പോൾ ഈ ഒരു ലോ എന്ന് പറയുന്നത് നമ്മുടെ ഭൂമിയിലോ അല്ലെ നമ്മൾ മനുഷ്യർ വസിക്കുന്ന ഭൂമിയിൽ മാത്രം ആക്സെപ്റ്റ് ചെയ്യാം, മാത്രം ഉൾക്കൊള്ളുന്നതല്ല. അത് എവിടെയൊക്കെ അക്സെപ്റ്റഡ് ആണ്? യൂണിവേഴ്സ് മൊത്തം, നമ്മുടെ പ്രപഞ്ചം മൊത്തം അക്സെപ്റ്റഡ് ആണ്. സോ അതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കണം, യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ എന്ന് പറയുന്നത് ഈ ലോ നമ്മുടെ പ്രപഞ്ചം മൊത്തം നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. എന്നാൽ നമുക്ക് നോക്കാം സർ ഐസക് ന്യൂട്ടൺ പറഞ്ഞ ഈ ഒരു ലോ ഓഫ് ഗ്രാവിറ്റേഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം. സർ ഐസക് ന്യൂട്ടൺ പറഞ്ഞത് പ്രകാരം എല്ലാ വസ്തുക്കളും ഒരു യൂണിവേഴ്സിൽ, ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കളും തമ്മിൽ എന്തുണ്ട്? ഒരു ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ട്. ഫോഴ്സ് ഓഫ് റിപ്പൽഷൻ അല്ല, എന്താണ്? ഒരു ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ട്. ഏതൊരു രണ്ട് വസ്തുക്കൾ എടുത്താലും, രണ്ട് വസ്തു എന്നല്ല, ഏതൊരു വസ്തുക്കൾ എടുത്താലും നമ്മുടെ ഈ പ്രപഞ്ചത്തിൽ എന്തുണ്ട്? അവ തമ്മിൽ ഒരു ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ട്. ഇപ്പം ഈ നിൽക്കുന്ന ഞാനും എൻ്റെ തൊട്ടടുത്തുള്ള മറ്റു ഒബ്ജക്റ്റുകൾ തമ്മിൽ, ഞാനും ഈ ക്യാമറയും തമ്മിൽ, ഞാൻ ഈ ബോർഡും തമ്മിൽ, അല്ലെങ്കിൽ മറ്റ് രണ്ട് വസ്തുക്കൾ തമ്മിലൊക്കെ എന്തുണ്ട്? ഒരു ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ട്. അപ്പം ഈ ഭൂമിയിൽ മാത്രമല്ല, ഈ പ്രപഞ്ചത്തിൽ, ഈ യൂണിവേഴ്സിലെ എല്ലാ വസ്തുക്കളും തമ്മിൽ, പ്ലാനറ്റുകളായിക്കോട്ടെ, മീറ്റിയോർസ് ആയിക്കോട്ടെ, ഇനി ഉൽക്കകളായിക്കോട്ടെ, മറ്റ് പ്ലാനറ്റുകളായിക്കോട്ടെ, അതർ എന്തെങ്കിലും സെലസ്റ്റിയൽ ഒബ്ജക്റ്റുകൾ ഉണ്ടെങ്കിൽ അതായിക്കോട്ടെ, ഇവയൊക്കെ തമ്മിൽ എന്തുണ്ട്? ഒരു ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ട്. ഇതാണ് യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ, സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷെ അദ്ദേഹം അതിനൊരു തിയറട്ടിക്കൽ എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുണ്ട്. അതാണ് നമ്മൾ ഇന്ന് ഇവിടെ കാണാൻ പോകുന്നത്. സോ രണ്ട് വസ്തുക്കൾ, ഒരു വസ്തു മാസ് M1 ഉള്ള ഒരു വസ്തു, അതുപോലെ തന്നെ മാസ് M2 ഉള്ള മറ്റൊരു വസ്തു. എന്താണ്? മാസ് M1 ഉള്ള ഒരു വസ്തു, മാസ് M2 ഉള്ള മറ്റൊരു വസ്തു. ഇവ തമ്മിൽ ഒരു ഡിസ്റ്റൻസിൽ സെപ്പറേറ്റ് ചെയ്ത് നിർത്തിയിട്ടുണ്ട്. ആ ഡിസ്റ്റൻസ് ഞാൻ എടുക്കുന്നത് R എന്നുള്ള ലെറ്റർ കൊണ്ടാണ്. ഡിസ്റ്റൻസ് ഞാൻ എടുക്കുന്നത് എന്ത് ലെറ്റർ കൊണ്ടാണ്? R ആണ്. അതിൽ ആദ്യത്തെ വസ്തുവിന്റെ മാസാണ് M1, മറ്റേ രണ്ടാമത്തെ വസ്തുവിന്റെ മാസാണ് M2. അപ്പോൾ യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ പ്രകാരം, ന്യൂട്ടൺ പറഞ്ഞത് പ്രകാരം എന്താണ്? ഈ M1 എന്നുള്ള വസ്തു M2വിനെയും അട്രാക്ട് ചെയ്യുന്നുണ്ട്, ഈ M2 എന്നുള്ള വസ്തു M1നെയും എന്ത് ചെയ്യുന്നുണ്ട്? അട്രാക്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു M1 എന്നുള്ള വസ്തു ഒരു അട്രാക്റ്റീവ് ഫോഴ്സ് ആരിൽ ഉപയോഗിക്കുന്നുണ്ട്? ഈ M2വിൽ ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ ഈ M2 എന്നുള്ള വസ്തു ഒരു അട്രാക്റ്റീവ് ഫോഴ്സ് ആരിൽ ഉപയോഗിക്കുന്നുണ്ട്? ഈ M1ലും ഉപയോഗിക്കുന്നുണ്ട്. സോ ന്യൂട്ടൺ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ശ്രദ്ധിച്ചോ മക്കളെ, ന്യൂട്ടൺ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രണ്ട് വസ്തുക്കൾ തമ്മിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ നമ്മൾ F എന്ന് എടുക്കുകയാണ്. ഈ രണ്ട് വസ്തുക്കൾ തമ്മിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ നമ്മൾ എന്തെടുക്കുകയാണ്? F എന്ന് എടുക്കുകയാണ്. സോ ഈ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. ഈ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എന്താണ്? ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. എന്തിന്? ദ പ്രൊഡക്റ്റ് ഓഫ് ദെയർ മാസസ്. അതായത് ഈ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. എന്തിന്? ഈ രണ്ട് വസ്തുക്കളുടെയും മാസിന്റെ പ്രൊഡക്റ്റിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. അതുപോലെ തന്നെ ഈ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. നേരത്തെ ഡയറക്ട്ലി ആയിരുന്നു, ഇതെന്താണ്? ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ് എന്തിന്? സ്ക്വയർ ഓഫ് ദെയർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം. ഞാൻ ഈ രണ്ട് മാസുകൾ സെപ്പറേറ്റ് ചെയ്ത ഡിസ്റ്റൻസ് എന്താക്കി എടുത്തിട്ടുണ്ട്? ആറാക്കി എടുത്തിട്ടുണ്ട്. സോ ഈ ഡിസ്റ്റൻസിന്റെ സ്ക്വയറിന് ഈ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എന്താണ്? ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ഇക്വേഷൻ നമുക്ക് കമ്പൈൻ ചെയ്ത് എഴുതുകയാണെങ്കിൽ, ഈ രണ്ട് ഇക്വേഷൻ, ഇത് ഇക്വേഷൻ നമ്പർ 1 ആണ്, ഇത് ഇക്വേഷൻ നമ്പർ 2 ആണ്. ഈ രണ്ട് ഇക്വേഷനും കൂടെ ഞാൻ കമ്പൈൻ ചെയ്ത് എഴുതുകയാണെങ്കിൽ നമുക്ക് എന്ത് എഴുതാം? F പ്രൊപ്പോർഷണൽ ടു M1 M2. R വരുന്നത് താഴെയാണ്, അതുകൊണ്ട് R-നെ നമുക്ക് താഴെ കൊണ്ടുപോകാം. സോ M1 M2 ഡിവൈഡഡ് ബൈ എന്താണ്? R² ആണ്.
ഓക്കെ, ഞാനിവിടെ രണ്ട് കാര്യങ്ങൾ പറഞ്ഞു. ഈ രണ്ട് മാസുകൾ തമ്മിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ് എന്തിന്, പ്രൊഡക്റ്റ് ഓഫ് ദെയർ മാസസ്. അതുപോലെ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ് എന്തിന്, സ്ക്വയർ ഓഫ് ദെയർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം. സോ വി ക്യാൻ റൈറ്റ് ദാറ്റ് എഫ് പ്രൊപ്പോർഷണൽ ടു m1 m2 ഡിവൈഡഡ് ബൈ r സ്ക്വയർ. സോ ഇവിടെ ഒരു പ്രൊപ്പോർഷൻ ഉണ്ട് അല്ലെ, ഇവിടെ ഒരു പ്രൊപ്പോർഷൻ ഉണ്ട്. നമ്മൾ പ്രൊപ്പോർഷൻ കിട്ടിയാൽ അപ്പൊ തന്നെ നമ്മൾ ഈക്വൽ ടു ആക്കി മാറ്റിയിട്ട് നമ്മൾ ഒരു കോൺസ്റ്റന്റ് കൊടുക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ ഈ ഒരു പ്രൊപ്പോർഷണാലിറ്റിയെ നമ്മൾ എന്താക്കാണ്, ഒരു കോൺസ്റ്റന്റ് കൊടുത്തുകൊണ്ട് ഈക്വൽ ആക്കാണ്. ആ കോൺസ്റ്റന്റ് ആണ് എന്തെന്ന് പറയുന്നത്, ജി. എന്താണ്, ജി. സോ ആ കോൺസ്റ്റന്റ് ആണ് ജി. സോ നമുക്ക് എഴുതാം ജി m1 m2 ഡിവൈഡഡ് ബൈ എന്താണ്, r സ്ക്വയർ, വേർ ജി ഈസ് ദ യൂണിവേഴ്സൽ യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷൻ കോൺസ്റ്റന്റ്. ജി എന്താണ്, യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷൻ കോൺസ്റ്റന്റ്. ജി എന്താണ് മക്കളെ, യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷൻ കോൺസ്റ്റന്റ്. ഓക്കെ, ക്ലിയർ ആണല്ലോ. സോ ഈ ജിക്ക് നമ്മൾ ഒരു എന്താണ് എക്സ്പ്രഷൻ കണ്ടുപിടിക്കാം. ഈ ജിക്ക് നമുക്കൊരു എക്സ്പ്രഷൻ കണ്ടുപിടിക്കാം. ഇപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി, ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബിറ്റ്വീൻ ടു ഒബ്ജക്ട്സ് ഇൻ ദ യൂണിവേഴ്സ് എഫ് ഈസ് ഈക്വൽ ടു എന്താണ്, ജി m1 m2 ഡിവൈഡഡ് ബൈ r സ്ക്വയർ ആണ്. അതായത് രണ്ട് വസ്തുക്കൾ ഒരു r ഡിസ്റ്റൻസ് സെപ്പറേഷനിൽ വെച്ച് കഴിഞ്ഞാൽ ആ വസ്തുക്കൾ തമ്മിൽ എന്തുണ്ടാവും, ഒരു ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ടാവും. ഈ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത് രണ്ട് വസ്തുക്കളുടെ മാസുകളുടെ പ്രൊഡക്റ്റിന് എന്താണ്, ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. അതുപോലെ അവ തമ്മിലുള്ള ഡിസ്റ്റൻസിന് എന്താണ്, ഡിസ്റ്റൻസിന്റെ സ്ക്വയറിന് എന്താണ്, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. അതുകൊണ്ട് തന്നെ ഈ ഇക്വേഷൻ, ഈ ഒരു പ്രൊപ്പോർഷണാലിറ്റി മാറ്റി നമുക്കൊരു കോൺസ്റ്റന്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ ആണ് എഫ് ഈസ് ഈക്വൽ ടു ജി m1 m2 ഡിവൈഡഡ് ബൈ r സ്ക്വയർ. ഇതാണ് നമ്മുടെ യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് അതിൽ മനസ്സിലാക്കാനുള്ളത് ജിയുടെ യൂണിറ്റും ജിയുടെ ഡയമെൻഷനുമാണ്. സോ ജിയുടെ യൂണിറ്റും ജിയുടെ ഡയമെൻഷനും പറയുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ജിയുടെ എക്സ്പ്രഷൻ ഞാൻ ഈ ഒരു ഇക്വേഷനിൽ നിന്ന് കണ്ടെത്താൻ ശ്രമിക്കുകയാണ്. എങ്ങനെയാണ് ഈ ഇക്വേഷനിൽ നിന്ന് നമുക്ക് ജിയുടെ എക്സ്പ്രഷൻ കണ്ടെത്താൻ പറ്റുക? സോ ഈ ആറിനെ ഞാൻ ഇങ്ങോട്ട് എടുത്തു, ഈ ആറിനെ ഞാൻ ഇങ്ങോട്ട് എടുത്തു. സോ എഫ് ആർ സ്ക്വയർ ഈസ് ഈക്വൽ ടു എന്താണ്, ജി m1 m2. എഫ് ആർ സ്ക്വയർ ഈസ് ഈക്വൽ ടു എന്താണ്, ജി m1 m2. ഇനി അത് കഴിഞ്ഞിട്ട് ഞാൻ എന്താണ്, ജി അവിടെ നിർത്തി m1 m2 ഇങ്ങോട്ട് കൊണ്ടുവന്നു. സോ ജി ഈസ് ഈക്വൽ ടു എന്ത് കിട്ടിയടാ, എഫ് ആർ സ്ക്വയർ ഡിവൈഡഡ് ബൈ ജി ഇല്ല m1 m2. ക്ലിയർ ആണല്ലോടാ മക്കളെ. സോ ജിയുടെ എക്സ്പ്രഷൻ ആണ് എഫ് ആർ സ്ക്വയർ ഡിവൈഡഡ് ബൈ m1 m2. ജി ഒരു കോൺസ്റ്റന്റ് ആണ്, അതുകൊണ്ട് അതിനൊരു കോൺസ്റ്റന്റ് വാല്യൂ ആയിരിക്കും. സോ ജി എഫ് ആർ സ്ക്വയർ ഡിവൈഡഡ് ബൈ m1 m2 എന്ന് നമുക്ക് ജിക്ക് ഒരു എക്സ്പ്രഷൻ കിട്ടി. ഇതിൽ നിന്ന് ജിയുടെ യൂണിറ്റ് നമുക്ക് കണ്ടെത്തിക്കൂടെ? എന്താണ് ജിയുടെ യൂണിറ്റ് മക്കളെ? എന്താണ് യൂണിറ്റ് ഓഫ് ജി? യൂണിറ്റ് ഓഫ് ജി എന്ന് പറയുന്നത് ഫോഴ്സിന്റെ യൂണിറ്റ് ന്യൂട്ടൺ ആണ്. ആർ സ്ക്വയറിന്റെ യൂണിറ്റ് എന്താണ്, മീറ്റർ സ്ക്വയർ ആണ്. ഡിവൈഡഡ് ബൈ താഴെ ആരാണുള്ളത്, മാസ് ആണുള്ളത്, അതിന്റെ യൂണിറ്റ് കിലോഗ്രാം ആണ്. രണ്ട് മാസ് ഉള്ളതുകൊണ്ട് എന്താണ്, സ്ക്വയർ ആണ്. സോ ജിയുടെ യൂണിറ്റ് എന്ന് പറയുന്നത് എന്താടാ, ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ പെർ കിലോഗ്രാം സ്ക്വയർ ആണ്. ജിയുടെ യൂണിറ്റ് എന്ന് പറയുന്നത് എന്താടാ, ന്യൂട്ടൺ മീറ്റർ പെർ കിലോഗ്രാം സ്ക്വയർ ആണ്. സോ അതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം, ഈ ജിക്കുള്ള ഒരു ഡയമെൻഷൻ കണ്ടെത്താം. സോ ഡയമെൻഷൻ ഓഫ് ജി എന്ന് പറയുന്നത് നമ്മൾ യൂണിറ്റ് ആൻഡ് മെഷർമെന്റ്സിൽ എപ്പോഴും പഠിക്കേണ്ടതാണ് ഡയമെൻഷൻ. ഡയമെൻഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ പല ചാപ്റ്ററുകളിൽ ഇതുപോലുള്ള കോൺസ്റ്റന്റുകൾക്കും അതുപോലെ തന്നെ ഇതുപോലുള്ള വാല്യൂസിനൊക്കെ നമുക്ക് ഡയമെൻഷൻ കാണാനുണ്ടാവും. സോ അതുകൊണ്ട് തന്നെ ഡയമെൻഷൻ നമുക്ക് ഡയമെൻഷൻ ഓഫ് ജി എന്ന് പറയുന്നത് എങ്ങനെ കാണാൻ പറ്റൂടാ? ഡയമെൻഷൻ ഓഫ് ജി എന്ന് പറയുന്നത് ഫോഴ്സിന്റെ ഡയമെൻഷൻ എന്താണ്, ml T⁻². അതുപോലെ തന്നെ എന്താണ്, സോ ഇവിടെ ഒരു മീറ്റർ സ്ക്വയർ ഉണ്ട് അല്ലേ. സോ മീറ്റർ സ്ക്വയർ ആവുമ്പോൾ എൽ സ്ക്വയർ ഡിവൈഡഡ് ബൈ എന്താണ്, എം സ്ക്വയർ വരും. സോ എന്ത് വരും ഡയമെൻഷൻ, m⁻⁻1 L³ T⁻². ജിയുടെ ഡയമെൻഷൻ എന്ന് പറയുന്നത് എന്താണ്, m⁻⁻1 L³ T⁻². സോ നമ്മുടെ യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ യൂണിവേഴ്സിൽ അല്ലെങ്കിൽ നമ്മുടെ പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുക്കളും തമ്മിൽ ഒരു ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ നിലനിൽക്കുന്നുണ്ട്. ആ ഫോഴ്സ് ഓഫ് അട്രാക്ഷന് നമ്മുടെ സർ ഐസക് ന്യൂട്ടൺ യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു എക്സ്പ്രഷൻ കണ്ടുപിടിച്ചു. അതാണ് എഫ് ഈസ് ഈക്വൽ ടു എന്തെന്ന് പറയുന്നത്, ജി m1 m2 ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമുക്ക് ജി എന്ന് പറയുന്നത്, അതായത് യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷൻ കോൺസ്റ്റന്റ് ജി എന്ന് പറയുന്നതിന് നമ്മളൊരു യൂണിറ്റ് കണ്ടുപിടിച്ചു. അതാണ് ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ പെർ കിലോഗ്രാം സ്ക്വയർ. അതിന്റെ ഡയമെൻഷൻ നമ്മൾ കണ്ടുപിടിച്ചു, m⁻⁻1 L³ T⁻². സോ ഇതാണ് നമ്മുടെ യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷനെ കുറിച്ച് എല്ലാ പാർട്ടുകളും നമ്മളിവിടെ മനസ്സിലാക്കി. സോ നമുക്ക് വീണ്ടും കാണാം അടുത്തൊരു ടോപ്പിക്കുമായിട്ട്. ഓക്കെ.